ഈ വീട്ടിൽ എനിക്ക് മാത്രം ഉറക്കമില്ല, മറ്റുള്ളവർ സുഖമായി ഉറങ്ങുന്നു. ടെറസിൽ പോയി കിടന്ന് നേരം വിളിപ്പിക്കാം. ഈ രാത്രിയും സച്ചിക്കാൻ പോയി അവിടെയാണ്. സച്ചി, എടാ നീ എന്താ ഇവിടെ? അതാ ഞാനും ചോദിക്കുന്നേ, നീ അമ്മു എന്താ ഇവിടെ? അമ്മു, അമ്മു, അവളെ ഉണർത്തണ്ട. നിങ്ങൾ എന്തിനാ ടെറസിൽ വന്നേ? അതൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. അമ്മു തലചുറ്റി ഹാളിൽ വീണു. ഭാഗ്യത്തിന് കൂടെ കാവേരി അപ്പച്ചി ഉണ്ടായിരുന്നു. സംസാരം കേട്ട് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ അപ്പച്ചി അമ്മുവിനെ ഉണർത്താൻ ശ്രമിക്കുന്നതാ ഞാൻ കാണുന്നത്. പിന്നൊരു മെഡിസിൻ കൊടുത്തു, എന്നിട്ടാ കണ്ണു തുറന്ന്. എന്നിട്ടെന്തിനാ ഇവിടേക്ക് വന്നത്? അല്ല, ഉണർന്നു കഴിഞ്ഞപ്പോ ബ്രീത്തിങ് കഞ്ചക്ഷൻ ഉണ്ടായിരുന്നേ. ഓ, ടെറസിൽ പോയ ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ് ഇവളിങ്ങോട്ട് പോകുന്നതാ. പിന്നെ ദിനേശൻ അങ്കിള് വിളിച്ചപ്പോ അപ്പച്ചി അങ്ങോട്ടും പോയി. ഓ, ഞാൻ പിന്നാലെ കയറി വന്നതാ. അല്ലാതെ എന്ത് ചെയ്യും? അല്ല, തനിച്ച് ഇവിടെ ഇങ്ങനെ ഇരുത്തിട്ട് പോകുന്നത് എങ്ങനെയാടാ? കുറച്ച് ഓക്കെ ആവട്ടെ എന്ന് കരുതി കാത്തിരുന്നതാ. നിനക്ക് സ്വാതി വിളിക്കായിരുന്നില്ലേ? വേണ്ട ചേച്ചി, ആരും വിഷമിപ്പിക്കരുത്. എനിക്കിത് ഇടയ്ക്ക് വരുന്നതാ, കുറച്ചു കഴിയുമ്പോ മാറും. കാവേരി ചേച്ചിക്ക് അതറിയാം. അമ്മു, വേണ്ട, പിടിക്കണ്ട. പിടിച്ചില്ലെങ്കിൽ നീ താഴെ വീഴില്ലായിരുന്നോ? സഞ്ജു, എടാ ഡോക്ടറെ വിളിക്കാടാ. ഈ അവസ്ഥയിൽ എങ്ങനെ താഴെ ഇറക്കുന്നേ? എനിക്കൊരു പ്രയാസമില്ല, ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ. ഇവിടെയുള്ളവർ അറിയിക്കാതിരുന്നാ മതി. എല്ലാരും കൂടി കേട്ടറിഞ്ഞു വന്നാ എനിക്ക് പറയാൻ മറുപടി ഇല്ലാതാവും. എടാ, വന്നതിനേക്കാളും നല്ല മാറ്റം വന്നിട്ടുണ്ട്. അമ്മ പറയുന്നതും ശരിയാ. വീട്ടിലുള്ളവരറിഞ്ഞാ പിന്നെ 100 ചോദ്യങ്ങളായി. എന്തിന് ടെറസിൽ വന്നു, കൂടെ ആരൊക്കെയുണ്ട് എന്നൊക്കെ ആവും. അമ്മുവിന്റെ ബന്ധുക്കൾ ഇവിടെ ഉണ്ടല്ലോ. നിന്റെ കാര്യത്തിലൊരു തീരുമാനമായ സ്ഥിതിക്ക് സംസാരം ഉണ്ടാവാതിരിക്കാനാ നോക്കേണ്ടത്. ഇപ്പോ ബ്രീത്തിങ് കൺജഷൻ അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. എടാ, മെഡിസിന്റെ സെഡേഷനെ ഇവൾക്ക്. അത് ഉറങ്ങി തന്നെ തീർക്കണം. എന്നാ നമുക്ക് റൂമിലേക്ക് വാ, എഴുന്നേക്ക്. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയാൽ മതി. കുറച്ചു കഴിഞ്ഞാ തണുത്തിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റാതാവും. അപ്പൊ ഞാൻ എഴുന്നേറ്റ് പൊക്കോളാം. എടാ, ഇവളെന്താടാ ഇങ്ങനെ? എടാ, നീ വന്നേ, അവൾ ഉറങ്ങട്ടെ. വാ. എടാ, എടാ, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എടാ, ഉറക്കം വരഞ്ഞിട്ടാടാ. നീ വയ്ക്കോ, ഞാനൊക്കെ കൂട്ടിരിക്കാം. സഞ്ജുവിന് സുഖായോ എന്തോ? സഞ്ജുവിന് തലവേദന വന്നിന് ഇവളെന്തിനാ ഇത്ര ടെൻഷൻ കാണിക്കുന്നു? ഈ വീട്ടിൽ വേറെ ആരുമില്ലേ? അവന് അമ്മയുണ്ട്, അവന് കൂട്ടിരിക്കാൻ അവൻ കെട്ടാൻ പോകുന്ന പെണ്ണുണ്ട്. അവരൊക്കെ സുഖമായിട്ട് ഉറങ്ങുന്നു. കാവേരി അപ്പച്ചിയ വിവരറിയാൻ വിളിക്കുന്ന. സഞ്ജു, തലവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പച്ചി ഉറങ്ങിയില്ലേ? നിന്റെ അവസ്ഥ അറിയാതെ ഞാൻ എങ്ങനെ ഉറങ്ങാനാ സഞ്ജു? ഇപ്പൊ തലവേദന എങ്ങനെയുണ്ട്? ഞങ്ങളിപ്പോ ടെറസിലാ ഉള്ളത്. അയ്യോ, എന്തിനാ ഇപ്പൊ ടെറസിൽ പോയത്? അവിടേക്ക് എന്തിനാ പോയത്, അതും ഈ അവസ്ഥയില്? അപ്പച്ചി അമ്മൂന് മരുന്ന് കൊടുത്ത് ദിനേശങ്ങളുടെ പിന്നാലെ പോയില്ലേ? ഹാളിലിരുന്നപ്പോ അമ്മൂന് ശ്വാസതടസ്സം പെട്ടെന്ന് അനുഭവപ്പെട്ടു. കുറച്ച് ശുദ്ധവായും കാറ്റും കൊള്ളട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്ക് കേൾക്കാതെ ഇവള് മുകളിലേക്ക് കയറി പോന്നതാ. ഞാനും അതിന്റെ പിന്നാലെ സച്ചിയും മുകളിലേക്ക് വന്നു. സച്ചി ഇവിടെ ഉണ്ട്. ഈശ്വര, സച്ചി അവരെ കണ്ടോ? എന്തൊക്കെയാ സംഭവിക്കുന്നേ? അപ്പച്ചി ടെൻഷൻ ആവണ്ട, അമ്മ ഇപ്പോ ഓക്കെ ആയി തുടങ്ങി.
നീ ഫോണ് സച്ചിക്ക് കൊടുക്ക്. എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. എടാ അപ്പച്ചിക്ക് നിന്നോടെന്താ പറയാനുണ്ട്? എന്താ കാവ്യപ്പച്ചി? സച്ചി, നീ അവിടെ നിൽക്കണ്ട. നീ റൂമിലേക്ക് പൊയ്ക്കോ. അല്ല, സഞ്ജു മാത്രമേ അമ്മുവിന്റെ കൂടെ ഉള്ളൂ. അത് സാരമില്ല, സഞ്ജു അവിടെ കഴിഞ്ഞോളും. നിന്നോട് റൂമിലേക്ക് പോകാൻ പറഞ്ഞ കാരണം എന്താണെന്ന് അറിയാലോ. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അല്ല, അത് അപ്പച്ചി. ആ, ദാ. എടാ, നീ അവനെ ഉടനെ പറഞ്ഞു വിടണം. സഞ്ജു ടെറസിൽ പോയിരിക്കുക. അവന് കൂട്ടിരിക്കാൻ പോയ സച്ചിയെ റൂമിൽ പറഞ്ഞുവിടാൻ ഇവള് ധൃതി വയ്ക്കുന്നതിനാ. എവിടെയോ എന്തോ തകരാറുള്ളത് പോലെ. ഇവൾ എന്നെ കുറക്കാനാ കാത്തിരിക്കുന്നത്. ഇവൾ ഉറങ്ങിയിട്ട് ടെറസ് വരെ ഒന്ന് പോകണം. എന്തിനാവാൻ അവിടെ ഇരിക്കുന്നതെന്ന് അറിയണമല്ലോ. അല്ല, അപ്പച്ചി പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല സച്ചി. അമ്മ ഇവിടെ ഉള്ളപ്പോ നീ കൂടെ വന്നിരിക്കാൻ പാടില്ല എന്ന് കരുതിയാ. കൂട്ടുകാരനോടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പോയിക്കോളാം. എനിക്കാരും കൂട്ടിരിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും പോയേ പറ്റൂ. ആരും കൂടെ ഇല്ലെങ്കിൽ നീ വീണ്ടും തലചുറ്റി വീഴും. നീ വാ, നിന്നെ ഞങ്ങൾ റൂമിൽ കൊണ്ടുവിടാം. ആ, എനിക്ക് ആരുടെ സഹായം വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടും പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നേ? ദയവായി നിങ്ങളൊന്ന് പോയിത്താ. എങ്കിൽ ഞാൻ സ്വാതിയെ വിളിക്കാം. വേണ്ട, എനിക്കൊരു പ്രശ്നവുമില്ല. ഉറങ്ങുന്ന ചേച്ചിയെ ശല്യപ്പെടുത്തണ്ട. നിനക്ക് ഞാൻ ഇവിടുന്ന് പോണം, അതല്ലേ നിന്റെ പ്രശ്നം? അതെ, കൂട്ടുകാരൻ ഇവിടുന്ന് പോണം. നിങ്ങളും പോണം. എനിക്ക് കൂട്ടിരിക്കാൻ നിങ്ങൾ രണ്ടുപേരും എന്റെ ആരാ? നാളെ വീട്ടിൽ ആരെങ്കിലും വിവരം അറിഞ്ഞ ഒരു പെണ്ണായി എന്റെ അവസ്ഥ എന്താവുമെന്ന് ഓർത്തു നോക്ക്. പിന്നെ ഞാൻ മരിച്ചു കളഞ്ഞ മതി. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു തരണ്ട. അത് സ്വീകരിക്കാനും ഞാൻ തയ്യാറല്ല. ഉപദ്രവിക്കാതെ ഇവിടെ നിന്ന് പോയി തന്നാ മതി. ഞാൻ പോയേക്കാം. ഇവിടുന്ന് നോർമലായിട്ട് നീ ഇവളെ റൂമിലെത്തിക്കേ. നിങ്ങളും പോണം. ഞാൻ പോവാം. ആദ്യം നീ ഒന്ന് നേരെ നിൽക്ക്. കയ്യും കാലും ഉറയ്ക്കാത്ത പരുവായപ്പോ. ഞാൻ പോയേക്കാം. എന്നെ അന്വേഷിക്കാൻ കൂട്ടുകാരൻ വന്നേക്കരുത്. എന്റെ ഒരു അപേക്ഷ. എന്തിനിവിടെ നിൽക്കണമെന്ന് ഓർത്തു പോവുക? ഇവിടെ എല്ലാവർക്കും എന്റെ കാര്യത്തിൽ പേടിയാ. അമ്മുവിൽ നിന്ന് സച്ചിയെ ഒരുപാട് ദൂരത്ത് നിർത്താൻ എല്ലാവരും ബോധപൂർവം ശ്രമിക്കുന്നു. അമ്മുവിന്റെ അടുത്ത് സഞ്ജു മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞിട്ടും ഉടനെ അവിടുന്ന് പോവാനാ കാവേരിയെപ്പറ്റി ആവശ്യപ്പെട്ടത്. ഞാനിവിടെ നിൽക്കുന്നത് സഞ്ജുവിന് ഇഷ്ടമല്ല. അവന്റെ വാക്കിന് ടെൻഷനുണ്ട്. അമ്മോന് ഞാൻ കൂട്ടിരിക്കാന്ന് പറഞ്ഞത് കേൾക്കാൻ കൂടി സഞ്ജു തയ്യാറായില്ല. അവളോട് വെളുക്കോളം സംസാരിക്കാൻ കിട്ടിയ അവസരമായിരുന്നു. ഇനി ഇതുപോലൊരു അവസരം കിട്ടാനും പോകുന്നില്ല. അവൻ എനിക്കത് തന്നിരുന്നെങ്കിൽ ഞാൻ അവളുടെ മനസ്സിൽ ചലനം ഉണ്ടാക്കിയേനെ. അത് നന്നായിട്ട് സഞ്ജുവിനറിയാം. അത് മനസ്സിലാക്കി തന്നെയാ അവൻ എന്നെ നിർദ്ദയം ഒഴിവാക്കി കളഞ്ഞത്. അമ്മു, നിന്നെ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല. മറക്കാൻ ശ്രമിക്കുമ്പോ അതിന്റെ 10 മടങ്ങ് ഓർമ്മകളാ മനസ്സിൽ അലയടിച്ചു വരുന്നത്.
ആകാശത്തിലെ നക്ഷത്രങ്ങളോട് വേദങ്ങൾ പറഞ്ഞ് കിടക്കാറുള്ള ആ ടെറസിൽ ഇപ്പൊ അമ്മ ഉണ്ട്. എനിക്കവിടെ സ്ഥാനമില്ല. സച്ചി ഒഴുകിപ്പോവുകയാണ്. അല്ല, ചവിട്ടി താഴ്ത്തുക. കൈകാലുകൾ തളർന്ന് ശ്വാസം മുട്ടി കൂടുതൽ ആഴത്തിലേക്ക്. ഇരുന്ന് വിറയ്ക്കാതെ ഇത് പുതയ്ക്ക്. നിങ്ങൾ പോയെന്നാ ഞാൻ കരുതിയത്. തണുപ്പത്ത് വിറയ്ക്കുന്ന കണ്ട എങ്ങനെ കണ്ടില്ലാന്നടിക്കും. എനിക്ക് പുതപ്പ് വന്നിട്ട് തണുപ്പിലിരിക്കാതെ നിങ്ങൾ മുറിയിലേക്ക് പൊക്കോളൂ. ഞാൻ പോയിട്ട് സച്ചി വന്നാലോ? അവൻ വീണ്ടും വരില്ലെന്നാണോ നീ കരുതുന്നത്? ഇപ്പോഴത്തെ തലവേദന അതാ. നിന്റെ കാര്യത്തിൽ അവൻ എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിന്നെ മറക്കാൻ അവൻ തയ്യാറായെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നിൽക്കില്ല. അവൻ പോവാൻ പോലും കൂട്ടാക്കുന്നില്ല. എനിക്കതറിയാം. കൂട്ടുകാരനെ നകന്നാ ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടായോ കല്യാണം വരെ അവൻ ഇവിടെ നിൽക്കുമെന്നെടുത്ത തീരുമാനം തെറ്റാണെന്ന് എനിക്കറിയാം. അവൻ നിന്നെ മറന്നു കളയാനല്ല, ഓർമ്മകൾ പുതുക്കാനാ ശ്രമിക്കുന്നത്. ഒരു കണക്കിന് അവനോട് ചെയ്യുന്ന കടുത്ത ദ്രോഹമായത്. വിവാഹം കഴിഞ്ഞും അവൻ ആ കുട്ടിയെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? അവന്റെ ജീവിതം തകർത്ത് കളയല്ലേ അവന്റെ വീട്ടുകാരോട് ചേർന്ന് ഞാനും ചെയ്യുന്ന. എന്നെ അത് വല്ലാതെ വേട്ടയാടുന്നുണ്ട്. നിങ്ങളും ചേച്ചിയും തമ്മിലുള്ള ബന്ധമല്ല ഞാനും കൂട്ടുകാരനും തമ്മിലുള്ളത്. അതെന്താ നിങ്ങൾ ഓർക്കാത്തത്? അയാൾ ഇവിടെ വന്നപ്പോ കണ്ട ആരുമില്ലാത്തൊരു പെണ്ണാ ഞാൻ. അത് മാത്രമല്ല, ഞാൻ വിവാഹം കഴിച്ചതാണെന്ന അറിവും അയാൾക്കുണ്ട്. കൂട്ടുകാരന് മാത്രമായി തോന്നിയ ഇഷ്ടത്തിന് എന്ത് വിലയാ ഉള്ളത്? അതിന് വില കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. സ്നേഹത്തിന് നീ ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ? ഒരാണിന്റെയും പെണ്ണിന്റെയും സ്നേഹം എന്താണെന്നറിയാവുന്ന ആളല്ലേ നിങ്ങള്? കൂട്ടുകാരന്റെ സ്നേഹം എന്ത് സ്നേഹ? കൂട്ടുകാരൻ സ്വയം സ്നേഹിക്കാനും അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനോ നോക്കുന്നത്. ഇവള് കാണുന്ന പോലൊന്നും അല്ല. ഒരു ജീവിതം തരാന്ന് പറയുന്നല്ലാതെ സ്നേഹത്തിന്റെ കാര്യത്തില് വേദനിക്കൊന്നുമില്ല. എനിക്ക് കൂട്ടുകാരൻ വെച്ച് നേടിയ ജീവിതവും വേണ്ട. നീ അത്രയും സച്ചിയുടെ കാര്യത്തിൽ കാണുന്നുള്ളൂ? ഉറപ്പായും. ഒരു പെണ്ണെന്ന നിലയിൽ നീ പറഞ്ഞത് ശരിയാ. പക്ഷേ അതിന് മറ്റൊരു വശമുണ്ട്. ഇങ്ങനെയുള്ള ഒരുത്തിനൊടുവിൽ കല്യാണത്തോട് അടുക്കുമ്പോ സ്ഥലം വിട്ട് കളയുമെന്നൊരു പേടി എനിക്കുണ്ട്. നീ അതിനെക്കുറിച്ച് ബോധവതിയല്ല. അങ്ങനെ സംഭവിച്ച ഇതുവരെ നിനക്കൊന്നും വരാനില്ലെന്നാണോ നീ കരുതുന്നത്? സച്ചി പോകാനുള്ളതിന് കാരണമായി മറ്റൊരു കഥ പുറത്തു വരും. അത് അമ്മൂല് മാത്രം നിൽക്കില്ല. അമ്മു ആരാണെന്നുള്ള അന്വേഷണം അവസാനിക്കുന്നത് എന്റെ നെഞ്ചില. എല്ലാവർക്കും മുന്നിലും ഞാൻ സന്തോഷം അഭിനയിക്കുക. എനിക്കിപ്പോ അതൊരു ശീലമായി. സ്നേഹിക്കുന്ന പെണ്ണിനോട് സത്യം പറയാൻ പറ്റാത്ത അവസ്ഥ. മകൻ താലി കെട്ടിയ പെണ്ണിനെ അന്വേഷിച്ച് നടക്കുന്ന അമ്മ. ഒരു പെൺകുട്ടിയെ രക്ഷിച്ചതിന് ഞാൻ അനുഭവിക്കുന്ന ശിക്ഷകൾ ഏതൊക്കെ? ഏയ്, നിന്നെ നോവിക്കാൻ പറഞ്ഞല്ല. നിന്നെ രക്ഷിച്ചാൽ ഒരു കുറ്റബോധം എനിക്കില്ല. അതിനി ആരൊക്കെ എന്റെ നേരെ കൈ ചൂണ്ടിയാലും. ഭഗവാനെ, എന്താണ് അവിടുത്തെ മനസ്സിലെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇന്നലെ പകൽ മുഴുവൻ എന്നെ തീച്ചുളയിൽ നിർത്തി ദഹിപ്പിച്ചു. എന്നെ തേടി വരാൻ പാടില്ലാത്തവരെ ഒക്കെ ഭഗവാനെ വീട്ടിൽ കൊണ്ടുവന്നു. ഇങ്ങനൊരു സങ്കടം തന്നത് എന്തിനാ? അദ്ദേഹത്തിന്റെ മാത്രമല്ല, ഒരു തെറ്റും ചെയ്യാത്ത കാവേരി ചേച്ചിയുടെയും രാജുവേട്ടന്റെയും മനസ്സമാധാനം വരെ തകർത്തു. രാത്രി ദേവി മറ്റൊരു വിധി തന്നു. എന്നെ അദ്ദേഹത്തിന്റെ മുറിയിലടച്ച് വല്യമ്മ അങ്ങ് പോയി.
അമ്മ വരുമ്പോ കള്ളിയെപ്പോലെ എനിക്ക് ഒളിച്ചിരിക്കേണ്ടി വന്നു. എന്റെ ചേച്ചി പോലും അദ്ദേഹത്തെ കാണാൻ വന്നു. അദ്ദേഹത്തിന്റെ റൂമില് ചേച്ചിയുടെ അനിയത്തിയാണെന്ന സത്യം ചേച്ചി അറിഞ്ഞിരുന്നെങ്കിലോ? അങ്ങേക്ക് മുന്നിൽ ഞാനിപ്പോ ഉണ്ടാവില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ എന്നെ ഇരുത്താൻ വേണ്ടിയാണോ ഭഗവാൻ ഈ പരീക്ഷണമൊക്കെ നടത്തുന്നത്? ഭഗവാൻ എന്നോട് കാണിക്കുന്ന ഓരോ പരീക്ഷണവും അവസാനിക്കുന്നത് കാണുമ്പോ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇന്നലെ രാത്രി അദ്ദേഹം എന്റെ കൂടെ എനിക്ക് കൂട്ടായി ടെറസിൽ കഴിച്ചുകൂട്ടി. ഒരു രാത്രി എനിക്ക് കൂട്ടായി അദ്ദേഹത്തെ ക്ഷേത്രത്തിലെ ഓഡിറ്റോറിയത്തില് നിലത്ത് കിടത്തി ഉറക്കി. ഇതൊന്നും അദ്ദേഹത്തിന് മനസ്സുണ്ടായിട്ടല്ല, എന്റെ ജീവന് ആപത്തുണ്ടാവുന്ന ഭയന്നിട്ടാ. എന്റെ മനസ്സറിയുന്നത് ഭഗവാന് മാത്രമാണ്. അദ്ദേഹം എന്റെ കഴുത്തിൽ താലി കെട്ടി പിരിഞ്ഞു പോയ ശേഷം ഒരേ ഒരു തവണ പോലും അദ്ദേഹത്തിന് വേണ്ടി എന്റെ മനസ്സ് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം. എനിക്ക് ചേച്ചിയോടുള്ള സ്നേഹം സത്യസന്ധമാണ്. ഇവിടുന്ന് പോവാനുള്ള എന്റെ സമയം പലപ്പോഴും അടുത്ത് വന്നതാ. എനിക്കറിയാം ഭഗവാൻ അതിന് തടസ്സം വരുത്തിയതെന്ന്. ഭഗവാന് മനസ്സലവുണ്ടായി എനിക്ക് പോവാനുള്ള വഴി എത്രയും വേഗം തുറന്നു തരണേ. ആപത്തുകളൊന്നും വരുത്തി വെക്കാതെ അവരെ യാത്രയാക്കണേ ഭഗവാനെ. ഞാൻ സഞ്ജു ഇപ്പൊ തന്നെ വരാം. സഞ്ജു ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുക ഞാൻ. അഞ്ജലി വെച്ചോ. അഞ്ജലിയുടെ അച്ഛൻ ഹോസ്പിറ്റലിലെ അമ്മു. രാത്രി പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. അയ്യോ. അഞ്ജലി കരഞ്ഞോണ്ട് അപ്പൊ തന്നെ എന്നെ വിളിച്ചതാ. എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ സഞ്ജുവിനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് വെച്ച് സഞ്ജുവിനെ കാണാൻ ചെന്നതാ. തലവേദനയ്ക്ക് മരുന്നും കഴിച്ച് സഞ്ജു നല്ല ഉറക്കത്തിലായിരുന്നു. അഞ്ജലി വിളിച്ചപ്പോ രാവിലെ വന്നാ മതിയെന്ന് അവള് പറഞ്ഞു. ഇപ്പൊ കൂട്ടുകാരുടെ അച്ഛൻ എങ്ങനെയുണ്ട്? ഭാഗ്യത്തിന് ആപത്തൊന്നും സംഭവിച്ചില്ല. 10 മണിക്ക് ബൈപ്പാസ് സർജറി ഉണ്ട്. ഞാൻ സഞ്ജു അവിടെ ഉണ്ടാവണം. ചേച്ചി എന്തിനാ വിളിച്ചത്? ഞാൻ പൂജ റൂമിലായിരുന്നു. ഇന്നലെ ഞാൻ നിനക്ക് വേണ്ടി ഒരു സാധനം വാങ്ങിയിരുന്നു. എന്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തതാ. രാവിലെ ബാഗ് എടുത്തപ്പോഴാ നിനക്ക് തരാൻ മറന്ന കാര്യം ഓർത്തത്. ഇത് KLF നിർമ്മൽ വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലേ? അത് ശരി, അപ്പൊ നീ കേട്ടിട്ടുണ്ടല്ലേ? എന്നിട്ട് നീ എന്താ യൂസ് ചെയ്യാത്തെ? ഞാൻ അധികവും താളിയാ ഉപയോഗിക്കുന്നത്. മുടിയുടെ കാര്യത്തിൽ നിനക്കിപ്പോ ഒരു ശ്രദ്ധയില്ല. ഇനി താളിയോ മറ്റെണ്ണയോ ഒന്നും ഉപയോഗിക്കണ്ട. എല്ലാ ഗുണങ്ങളും എന്താ ഈ KLF-ലുണ്ട്. ഞാൻ ഇത്ര ഉറപ്പായിട്ട് പറയാൻ കാരണം പച്ച നാളികേരം ഗുണങ്ങൾ നഷ്ടപ്പെടാതെ കോൾഡ് പ്രസ് ചെയ്ത് ഉണ്ടാക്കുന്നതാ KLF നിർമ്മൽ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇതുപയോഗിച്ച മുടിക്ക് ഉള്ളും കരുത്തും തിളക്കും കിട്ടും. മനസ്സിലായോ? മുടിയുടെ ബെസ്റ്റ് പാർട്ട്ണറാ. ഇങ്ങനൊരു ബോട്ടിൽ കിട്ടിയ ഞാൻ എന്റെ അനിയത്തിക്കല്ലാതെ വേറെ ആർക്കാ തരേണ്ടേ? ഞാനിത് ഉപയോഗിക്കാൻ ചേച്ചി. ആ പിന്നെ തച്ചിലെടുത്തുകാരെ ഇന്ന് തന്നെ തിരിച്ചയക്കണേ. എനിക്കറിയാം അവരെ കൊണ്ടുള്ള തലവേദന ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അമ്മു അന്ന്. സാരമില്ല, നമുക്കങ്ങ് ക്ഷമിച്ചേക്കാം. നല്ല മനസ്സുള്ളവർക്ക് ക്ഷമിക്കാൻ കഴിയും. ആ എന്നാ ഞാൻ പോയിട്ട് വരാം. രാജകുമാരനെ ഇനി റൂമിൽ ചെന്ന് പിടിച്ചിറക്കണം. ഞാൻ പോയിട്ട് വരാം.